ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കുരുക്കായി മൊഴി. അതിജീവിതയ്ക്ക് ഒരു പൊതി കൈമാറിയെന്ന് രണ്ടാം പ്രതി ജോബി ജോസഫ് അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. പൊതിയിൽ എന്താണെന്ന് അറിയില്ലായിരുന്നു. രാഹുലിന്റെയും അതിജീവിതയുടെയും സുഹൃത്താണ് പൊതി തന്നുവിട്ടത്. ജോബി അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. ഗർഭചിത്രത്തിനുള്ള ഗുളിക കൈമാറിയത് ജോബി എന്നായിരുന്നു അതിജീവിതയുടെ മൊഴി. ഫോൺ ഹാജരാക്കാൻ ജോബിക്ക് നോട്ടീസ് നൽകി. സുനിൽ ഐസക് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സുനിൽ, ഒരു പൊതി കൈമാറിയിട്ടുണ്ട് എന്ന് ജോബി ഇപ്പോൾ പറയുന്നുണ്ട്. അപ്പോൾ രാഹുലിന് വീണ്ടും കുരുക്കുമുറുകുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ലൈംഗിക ഗർഭചിത്ര ആരോപണ കേസിലെ ആദ്യത്തെ കേരളത്തിലെ മാപ്രകൾക്ക്, മാധ്യമങ്ങൾക്ക്, TV ന്യൂസ് ചാനലുകൾക്ക് ഒക്കെ എന്ത് സംഭവിച്ചാലും ഇല അനങ്ങിയാൽ പോലും എല്ലാം രാഹുലിന് കുരുക്കാണ്, രാഹുലിന് വലിയ നിർണായകമാണ്, ഗുരുതരമായ വെളിപ്പെടുത്തലാണ്, അല്ലെങ്കിൽ ഗുരുതരമായ കണ്ടെത്തലുകളാണ്, വലിയ ശക്തമായ തെളിവുകളാണ് എന്നൊക്കെ രീതിയിലാണ് മാധ്യമങ്ങൾ. പക്ഷെ ഇതൊക്കെ കോടതിയിലെത്തുമ്പോൾ എല്ലാം ആവിയായി പോകുന്ന ഒരവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതെത്ര കണ്ടാലും എത്ര കേട്ടാലും കോടതിയുടെ നിരീക്ഷണങ്ങളും കോടതിയുടെ വിധി പകർപ്പുകളും ഒക്കെ ഇവരുടെ കയ്യിൽ കിട്ടിയാലും ഇവർ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കും എല്ലാം രാഹുലിന് കുരുക്ക്, രാഹുലിന് കുരുക്ക്. പക്ഷെ രാഹുല് മാത്രം എവിടെയും കുരുങ്ങുന്നത് കാണുന്നില്ല. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ഉയർന്ന അതേ സമയമാണ് CPM-ന്റെ മുൻ MLA PT കുഞ്ഞുമുഹമ്മദിനെതിരെ പരാതി വരുന്നത്. ആ പരാതി മുഖ്യമന്ത്രി തൻ്റെ ക്ലിഫ് ഹൗസിൽ തൻ്റെ തലയിണയുടെ അടിയിൽ കൊണ്ടുപോയി വെച്ചു, പൂഴ്ത്താൻ ശ്രമിച്ചു. പിന്നെ അത് കുറെ കഴിഞ്ഞ് മാധ്യമങ്ങളിലൂടെ വാർത്തയായതിനു ശേഷം ആ പരാതി എടുത്തുകൊണ്ടൊന്ന് പോലീസിന് കൊടുത്തു. പോലീസ് അന്വേഷിച്ചു. TP കുഞ്ഞുമുഹമ്മദ് കോടതിയിൽ പോയി മുൻകൂർ ജാമ്യം നേടിയെങ്കിലും TP കുഞ്ഞുമുഹമ്മദിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു, അറസ്റ്റ് ചെയ്തു. ഇതൊക്കെ സംഭവിച്ചു. പക്ഷേ രാഹുലിന്റെ കാര്യത്തിലോ എല്ലാം വളരെ ഗുരുതരമാണ്. എല്ലാം രാഹുലിന് കുരുക്കാണ്. രാഹുൽ നാളെ ജയിലിനകത്താണ്. രാഹുൽ പിന്നെ പുറം ലോകം കാണില്ല. രാഹുൽ ക്രൂരനാണ്, അത് ഗുരുതരമാണ്. എന്തൊക്കെ തള്ളിവിടലുകളാണ്, തലക്കെട്ടുകളാണ്. പക്ഷേ ഇന്ന് ഈ നിമിഷം വരെ രാഹുലിനടുത്തേക്ക് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനും എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇത്രയും വലിയ ഗുരുതരമായ കാര്യമുണ്ടായിട്ട് രാഹുലിലേക്ക് എത്താൻ മാത്രം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സാധിക്കുന്നില്ല. ഇപ്പം ഇതിൽ എന്താ മനസ്സിലാവുന്നത്? ഈ കാര്യങ്ങളൊക്കെ കോടതിയിലെത്തിയാലും അവിടെയും തകരുകയാണ്. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കഴിഞ്ഞ ആദ്യത്തെ പരാതി, ഈ ആദ്യത്തെ പരാതിയിൽ രാഹുൽ തിരുവനന്തപുരത്തെ സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചു. ആ കോടതി ആ ജാമ്യാപേക്ഷ തള്ളി. പക്ഷെ ആ ജാമ്യാപേക്ഷ തള്ളിയിട്ട് ആ കോടതി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. ആ ഉത്തരവിൽ എന്താണ് പറയുന്നത്? ആ ഉത്തരവിൽ കോടതി തന്നെ നിരീക്ഷിക്കുന്നത് ഇത് ഈ പറഞ്ഞ പരാതിയിൽ പറയുന്ന രീതിയിലുള്ള ബലാത്സംഗമോ പീഡനമോ ആയി കാണാനുള്ള മെറ്റീരിയൽ എവിഡൻസ് ഇതിലില്ല എന്നാണ് പറയുന്നത്. എന്നിട്ടാണ് ആ കോടതി ആ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ ഹൈക്കോടതി അതിൽ നോട്ട് ടു അറസ്റ്റ് പറയുന്നതും ഇങ്ങനെ ഓരോ തവണയായി നീട്ടി ഇപ്പോൾ 21-ാം തീയതി വരെ നോട്ട് ടു അറസ്റ്റിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ നോട്ട് അറസ്റ്റ് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അതിജീവിതയുടെ ഭർത്താവ് എന്ന് പറയുന്ന ആൾ വരുന്നത്. പിന്നെ അതിജീവിത വരുന്നു. പരാതി കൊടുത്തതും പോരാഞ്ഞിട്ട് അതിജീവിത ഇപ്പോൾ പറയുന്നത് എന്താ? ഇനി എന്നെ കൂടി കേൾക്കണമെന്നാണ് പറയുന്നത്. കേസ് തുടങ്ങിയിട്ട് പോലുമില്ല. കേസിൽ മുൻകൂർ ജാമ്യമാണ് പരിഗണിക്കുന്നത്. അപ്പോഴേക്കും അതിജീവിത പറയുന്നു എന്നെ കൂടി പരിഗണിക്കണമെന്ന്. ചുരുക്കി പറഞ്ഞാൽ എല്ലാം പരാതികളും ഇങ്ങനെ ആരോപണങ്ങളും ഒക്കെ ഒരുപാട് വരുന്നുണ്ട്. മാധ്യമങ്ങൾ കുരുക്കാണ്, കുരുക്ക് മുറുകുന്നു, നിർണായകമാണ്, നാളെ ജയിലിലാണ്, മറ്റന്നാൾ ജയിലിലാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇന്നീ നിമിഷം വരെ രാഹുലിൻ്റെ അടുത്തേക്ക് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനും എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇന്നീ നിമിഷം വരെ രാഹുലിനടുത്തേക്ക് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനും എത്തിയിട്ടില്ല. അപ്പോൾ പിന്നെ ഇത് എങ്ങനെയാണ് കുരുക്കാകുന്നത്? എന്ത് ഗുരുതരമാണ് ഈ കേസിനുള്ളത്, പരാതിക്കുള്ളത്? അതാണ് മനസ്സിലാവാത്തത്. അങ്ങനെ ഗുരുതരമാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഓക്കെ മുൻകൂർ ജാമ്യമുണ്ട്, എന്നാലും അറസ്റ്റ് ചെയ്യാലോ, ചോദ്യം ചെയ്യാലോ, ഇതൊക്കെ ചെയ്യാലോ. ഇതൊന്നും ചെയ്യുന്നതിനൊരു കുഴപ്പമില്ല. എന്തുകൊണ്ട് അതൊന്നും നടക്കുന്നില്ല എന്നുള്ളത് മാത്രം മനസ്സിലാവുന്നില്ല. എന്ന് പറഞ്ഞാൽ പരാതിയിൽ കഴമ്പില്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പം തിരുവനന്തപുരം സെഷൻസ് കോടതി പറഞ്ഞതുപോലെ ബലാത്സംഗമാണ്, പീഡനമാണ് എന്ന് പറയുന്ന അല്ലെങ്കിൽ പരാതിക്കാർ പറയുന്ന കാര്യത്തെ സാധൂകരിക്കാനുള്ള മെറ്റീരിയൽ എവിഡൻസുകളില്ല. അതിനപ്പുറം കോടതി വേറൊരു നിർണായകമായ നിരീക്ഷണം കൂടി നടത്തിയിട്ടുണ്ട്. പരസ്പര സമ്മതത്തോടു കൂടി നടന്നതാണ്. അതിനെ പീഡനമായിട്ടും ബലാത്സംഗമായിട്ടും കാണാൻ കഴിയില്ല എന്നുകൂടി കോടതി പറഞ്ഞു വെക്കുന്നുണ്ട്.
അപ്പോൾ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് മാധ്യമങ്ങളും മാപ്രകളും കേരളത്തിലെ വാർത്താ ചാനലുകാരും ന്യൂസ് ചാനലുകാരും ഒക്കെ എന്താ പറയുന്നത്? രാഹുലിന് കുരുക്ക്. എന്തോ എല്ലാവർക്കും എന്തോ ഒരു നേർച്ച ചെയ്തതുപോലെയാണ് ഇവരൊക്കെ. എന്തോ നേർച്ച വെച്ച് പോലെ രാഹുലിനെ ഒന്ന് അകത്താക്കണം, രാഹുൽ ഒന്ന് അഴിയെണ്ണണം എന്ന് ആരൊക്കെയോ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇവരുടെ ഓരോ തലക്കെട്ടുകളും നമ്മളെ കാണിക്കുന്നതും അങ്ങനെയാണ് അല്ലേ? അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പം ഈ അത്രമാത്രം ഇവർ പറയുന്ന രീതിയിൽ ഇത് അത്രമാത്രം ഗുരുതരമാണെങ്കിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ അറ്റ്ലീസ്റ്റ് രാഹുലിനെ വിളിച്ചു വരുത്തി ഒന്ന് ചോദ്യം ചെയ്യുകയെങ്കിലും ചെയ്യില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എത്ര മാസമായി അന്വേഷിക്കുന്നു? കഴിഞ്ഞ ഓഗസ്റ്റ് 20 മുതൽ ഇത് അന്വേഷണം തുടങ്ങിയതാണ്. ഓഗസ്റ്റ് കഴിഞ്ഞു, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ കഴിഞ്ഞു, ജനുവരിയായി. ഇത്രയും മാസമായിട്ട് ഈ നിമിഷം വരെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് രാഹുലിനെ വിളിച്ച് കമാ എന്നൊരക്ഷരം ചോദിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇനി നേരെ മറിച്ച് ഈ CPM-ന്റെ മുൻ MLA PT കുഞ്ഞുമുഹമ്മദിനെതിരെ ഉയർന്നു വന്ന ആരോപണം, ആ പരാതിയിലോ വെറും അരമണിക്കൂറേ പോലീസ് അന്വേഷിച്ചിട്ടുള്ളൂ. ഈ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ ഹോട്ടൽ മുറി വരെ പോലീസ് പോയിട്ടുള്ളൂ. അപ്പോഴേക്കും പോലീസിന് ബോധ്യമായി പരാതിയിൽ പറയുന്ന കാര്യം ശരിയാണ്. PT കുഞ്ഞുമുഹമ്മദ് അപ്പോഴേക്കും മുൻകൂർ ജാമ്യം നേടി. എന്നാലും അയാളെ വിളിച്ചു, ചോദ്യം ചെയ്തു, അറസ്റ്റ് ചെയ്തു. മുൻകൂർ ജാമ്യം ഉള്ളത് കൊണ്ട് ജാമ്യത്തിൽ വിട്ടയച്ചു. പക്ഷെ രാഹുലിൻ്റെ കാര്യത്തിൽ എന്തേ രാഹുലിനെ തൊടാൻ സാധിക്കാത്തത്, രാഹുലിലേക്ക് എത്താൻ സാധിക്കാത്തത് എന്താണ്? ഇനി നിമിഷം വരെ രാഹുലിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ലല്ലോ ഇവർക്കാർക്കും. കോടതിയിൽ ഇവർ പറയുന്ന കാര്യങ്ങളെയൊന്നും തെളിയിക്കാനും കഴിയുന്നില്ല. ഇപ്പം ആദ്യ പരാതിയിൽ പറഞ്ഞത് എന്താണ്? പീഡിപ്പിച്ചു, ബലാത്സംഗം ചെയ്തു. പിന്നെ മറ്റൊരു പരാതി നിർബന്ധിച്ച് ഗർഭഛിദ്രം നടത്തി. ഇതാണല്ലോ പരാതി. ഈ 2 കാര്യങ്ങളാണല്ലോ മെയിൻ പരാതിയിൽ പറയുന്നത്. അതിൽ ആദ്യം പറഞ്ഞ പീഡനവും ബലാത്സംഗവും നടന്നിട്ടില്ല, ഇത് 2 പേരുടെയും സമ്മതത്തോടു കൂടി നടക്കുന്ന കാര്യമാണെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള മെറ്റീരിയൽ എവിഡൻസ് ഇല്ല എന്ന്. പിന്നെ ഈ പറയുന്ന നിർബന്ധിച്ച് ഗർഭഛിദ്രം നടത്തി എന്നുള്ള കാര്യം, അതിനും ഇനി തെളിവുകൾ കണ്ടെത്തണം. അപ്പം നിങ്ങൾ ചോദിക്കും, പിന്നെന്തിനാ സെഷൻസ് കോടതി ജാമ്യം നിഷേധിച്ചത്? സ്വാഭാവികമായിട്ടും നടക്കുന്നൊരു നടപടിക്രമമാണ്. ഇത്തരത്തിൽ സെഷൻസ് കോടതികൾ ഇത്തരം കേസുകളിൽ ജാമ്യം നൽകുക എന്ന് പറയുന്നത് അതൊരു സ്വാഭാവിക നടപടിയല്ല എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പം നിങ്ങൾ ചോദിക്കും, പിന്നെന്തിനാ അവിടെ പോയതെന്ന്. അത് കേസ് അവിടെ ആയതുകൊണ്ടാണ് അങ്ങോട്ട് പോകുന്നത്. രാഹുലിൻ്റെ വക്കീല് ജോർജ് പൂന്തോട്ടം ആദ്യഘട്ടത്തിൽ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നില്ലേ? ഗോൾ പോസ്റ്റ് എവിടെയാണെന്ന് അറിഞ്ഞാലല്ലേ ഗോൾ അടിക്കാൻ പറ്റൂ എന്ന്. നേരിട്ട് ഹൈക്കോടതിയിൽ പോയാൽ ഹൈക്കോടതി പറയും, എന്തിന് ഇവിടെ വന്നു? നിങ്ങൾ സെഷൻസ് കോടതിയിലല്ലേ കേസ് നടക്കുന്നത്, അവിടെ പൊക്കൂടെ എന്ന് സെഷൻസ് കോടതി ചോദിക്കും. അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് നേരെ ഹൈക്കോടതിയിലേക്ക് പോകാതെ സെഷൻസ് കോടതിയിലേക്ക് പോയത്. അപ്പോൾ ഇങ്ങനെ ഗുരുതരമാണ്, രാഹുലിന് കുരുക്ക് മുറുകുന്നു എന്നൊക്കെ കൊടുക്കാൻ ഇവറ്റകൾക്ക് ഉളുപ്പില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഉളുപ്പിച്ചിരി വേണ്ടേ? കാരണം കോടതിക്ക് അത്ര ഗുരുതരമായിട്ട് തോന്നുന്നില്ല. കോടതി പറയുന്നു മെറ്റീരിയൽ എവിഡൻസ് ഇല്ല, ബലാത്സംഗമല്ല, പീഡനമല്ല എന്ന് കോടതി പറയുന്നു. പിന്നെ ഇവരെന്തിനാ ഈ കുരുക്ക് മുറുകുന്നു? എന്ത് കുരുക്കാ മുറുകുന്നത്? നിങ്ങൾ ആരെങ്കിലും രാഹുലിൻ്റെ കഴുത്തിൽ വല്ല കുരുക്ക് ഇട്ടിട്ടുണ്ടോ? എനിക്കതാണ് മനസ്സിലാവാത്തത്. എന്ത് പറഞ്ഞാലും കുരുക്ക് മുറുകുന്നു. ഇപ്പം കഴിഞ്ഞ ദിവസം ഈ അതിജീവിയുടെ സോക്കോൾഡ് ഭർത്താവ് ഒരു പരാതി, എൻ്റെ മാനനഷ്ടമുണ്ടായി എനിക്ക് എന്ന് പറഞ്ഞിട്ട് അപ്പോഴും പറഞ്ഞു രാഹുലിന് കുരുക്ക് മുറുകുന്നു. ഇന്നിപ്പോൾ ഒരു ജോബി ജോസഫ്, അയാൾ എന്തോ പൊതി കൊടുത്തു എന്ന് മൊഴി കൊടുത്തു എന്നാണ് പറയുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക്. അപ്പോഴും പറയുന്നു രാഹുലിന് കുരുക്ക്. എന്ത് കുരുക്ക്? ഈ കുരുക്ക് കാണാനില്ല, കേൾക്കാനുണ്ട്. മാധ്യമങ്ങളിൽ കുരുക്ക് മുറുകുന്നു, പക്ഷെ ഇതെവിടെയും കാണുന്നില്ല. കോടതിയിലെത്തിയാൽ ഈ കേസ് ആവിയാണ്, വെള്ളത്തിൽ വെളിയിട്ടതുപോലെയാണ്. വെറും ഈ എന്താ പറയേണ്ടത്, കുമിള ഇങ്ങനെ പൊന്തി വരുമെന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു നിയമസാധുതയും ഒരു നിയമത്തിൻ്റെ പിൻബലവും ഈ കേസിനില്ല എന്നുള്ളതാണ്. കോടതിയിൽ അതാണ് അവസ്ഥ. പക്ഷെ മാധ്യമങ്ങളിലോ കുരുക്ക് മുറുകുന്നു, ഗുരുതരാരോപണം. ശരി, രാഹുൽ എവിടെയും കുടുങ്ങുന്നതും കാണുന്നില്ല. ഇത് പിന്നെ കുരുക്ക് മുറുകിയ ഒന്നില്ലെങ്കിൽ ആൾ ചാവണം, അല്ലെങ്കിൽ ആൾ കെണിയിൽ പെടണം. 2-1 വേണ്ടടോ. പിന്നെയും എന്തിനായി കുരുക്ക് മുറുകുന്നു? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇതിൻ്റെ ഒരു ടോട്ടൽ എന്താണ് എന്നുള്ളത് ഒരു പിടിയും കിട്ടുന്നില്ല, ഒരു പിടുത്തവും കിട്ടുന്നില്ല എന്നുള്ളതാണ്.
അതാണ് ഞാൻ ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താണ് ഈ കുരുക്ക് മുറുകുന്നത് എന്ന്. മനസ്സിലായില്ലേ? ഇതിലിപ്പോൾ ആകെ രാഹുലിനുള്ള ഒരു ഡ്രോബാക്ക് എന്താണെന്ന് ചോദിച്ചാൽ, ഈ പരാതി കൊണ്ടും ഈ കേസ് കൊണ്ടും രാഹുലിനുണ്ടായ ഒരു നഷ്ടം, അത് രാഹുലിന് ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ കഴിയുമോ എന്നുള്ള ഒരു ആശങ്ക മാത്രമാണ് അയാളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ഡ്രോബാക്ക്. കാരണം പാലക്കാട് നിയോജക മണ്ഡലത്തിൽ അത്രയും വലിയ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും ഒക്കെ നടത്തി അയാൾ മണ്ഡലത്തിൽ വലിയ സജീവമായി എല്ലാവരുടെയും വലിയ സ്വീകാര്യതയുള്ള വലിയ MLA ആയി മണ്ഡലത്തിൽ വലിയ പ്രകടനം കാഴ്ചവെച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അയാൾക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലായിരുന്നെങ്കിൽ, ആരോപണങ്ങളും വിവാദങ്ങളും പുകമറകളും കേസുമൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ തനിക്ക് ഒരു കുഴപ്പമില്ലാതെ പാലക്കാട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്യും, പാട്ടും പാടി വിജയിക്കുകയും ചെയ്യാമെന്നുള്ള കാര്യത്തിൽ അയാൾക്ക് ആത്മവിശ്വാസമുണ്ടായിരുന്നു. അയാൾ അതിനുവേണ്ടിയുള്ള പണിയും എടുത്തതാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ ഇങ്ങനെ പരാതികളും ആരോപണങ്ങളൊക്കെ ഉയർന്നു വന്ന് കേസും പരാതികളും കോടതിയും പോലീസും ഒക്കെ ആയി ഇതങ്ങനെ അങ്ങ് അവസാനിച്ചു. അതിലാണ് അയാൾക്കൊരു ഡ്രോബാക്ക് എന്ന് പറയാനുള്ളത്. അതുതന്നെയാണ് ഇവരൊക്കെ ലക്ഷ്യം വെച്ചതും. അയാളുടെ രാഷ്ട്രീയ പ്രവർത്തനം അല്ലെങ്കിൽ പൊതുപ്രവർത്തനം, പൊതുരാഷ്ട്രീയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാവരുത് എന്നുള്ളതാണ് ഇവർ ആഗ്രഹിച്ചത്. കാരണം അയാളുടെ നാവിനും അയാളുടെ പ്രവർത്തികൾക്കും അത്ര മൂർച്ചയുണ്ടായിരുന്നു എന്നുള്ളതാണ്. അത്രമാത്രം അയാളെ ഇവരൊക്കെ ഭയപ്പെട്ടിരുന്നു. അത് BJP ആണെങ്കിലും സംഘപരിവാരമാണെങ്കിലും സഖാക്കളാണെങ്കിലും സൈബർ അടിമകളാണെങ്കിലും ഇവൻ രാജാവ് പോലും ആ രാഹുലിനെ അത്രമാത്രം ഭയപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അയാളെ ഇങ്ങനെ ഒന്ന് കുടുക്കാൻ, അയാളെ ഒന്ന് വെട്ടി വീഴ്ത്താൻ ഇവരൊക്കെ ഇത്ര വലിയ ശ്രമങ്ങൾ നടത്തിയത് എന്നുള്ളതാണ്. ആ ശ്രമങ്ങളുടെ ഫലമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഡ്രോബാക്ക് അത് വലിയൊരു ഡ്രോബാക്ക് തന്നെയാണ്. കാരണം ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ വന്ന് നിൽക്കുന്നു, താൻ എന്ത് ചെയ്യുമെന്ന് അറിയാത്തൊരു സിറ്റുവേഷൻ അങ്ങനെ വന്ന് നിൽക്കുമ്പോൾ അത് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, അതും അത്രയും കഴിവുള്ള പ്രാപ്തിയുള്ള കെൽപ്പുള്ള നട്ടലുള്ള രാഷ്ട്രീയ പ്രവർത്തകൻ, അത് അയാളെ സംബന്ധിച്ചിടത്തോളം അത് അയാളുടെ ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിനപ്പുറത്തേക്ക് അയാളുടെ കഴുത്തിൽ ഒരു കുരുക്കും മുറുകുന്നില്ല, ഒരു ഗുരുതരവുമില്ല. ഇതൊക്കെ കോടതിയിൽ ആവി മാത്രമാണ്. മാധ്യമങ്ങളിലും തലക്കെട്ടുകളിലും വാർത്തകളിലും മാത്രമാണ് ഈ കുരുക്കൊക്കെ ഉള്ളത് എന്നുള്ളതാണ്.